എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പല്ലാസോ പെയിന്റിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ക്രേപ്പിന്റെ തുണിയാണ്. ഇതിൽ 1.60 എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിത് നീളം വരെ ഇങ്ങനെയാണ്. ഇത് വീതി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് സൈഡും കരഭാഗമാണ്, ഇവിടെ ആണ് കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ 4 മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫുൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ 1.25 ഇഞ്ച് എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ കരഭാഗം ആയതുകൊണ്ട് നമ്മൾ മടക്കി അടിക്കുന്നില്ല, അങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 38 ഇഞ്ചാണ്. അപ്പോൾ ബാക്കിയുള്ള 1 ഇഞ്ച് നമുക്ക് ഇവിടെ മടക്കി അടിക്കാം. ഇതിന്റെ വേസ്റ്റ് 32 ഇഞ്ചും സീറ്റ് 36 ഇഞ്ചുമാണ്. അപ്പോൾ ഈ സീറ്റിന്റെ 4 ഭാഗം 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇതിന്റെ ക്രോച്ച് ലെങ്ത് സീറ്റിന്റെ 4 ഭാഗം 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം നമ്മളിത് ഇവിടെ സ്ട്രൈറ്റ് ആണ് കൊടുക്കുന്നത്, ബാക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ 3 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഈ 11 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ നേരെ താഴേക്ക് വരയ്ക്കുക. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മൾ 1.60 തുണിയാണ് ഫുള്ളായിട്ട് മടക്കിയെടുത്തത്. അപ്പോൾ ഇത് മടക്കുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. സീറ്റിന്റെ 4 കൂടെ ഒരു 6 ഇഞ്ച് കൂട്ടിയിട്ട് മടക്കിയാൽ മതി, കൂടുതൽ തുണി ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ളത് ബാലൻസ് കട്ട് ചെയ്തെടുക്കാം. ഇനി വന്നിട്ട് ഇതിന്റെ ഇവിടെയുള്ള നീളം 13 ഇതിന്റെ 4 13, 6.5, 3.25 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ഷേപ്പ് വരയ്ക്കാം. ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക. ഇനി ഇവിടുന്ന് ഈ ബോട്ടം വരെയുള്ള അകലം അളക്കുക. ഇപ്പൊ 25 വരുന്നുണ്ട്. അതിന്റെ പകുതി 12 എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ 11. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയിടാം, 12 ഇഞ്ച് ഇടാം. തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് അതേ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ഇതേപോലെ നേരെ വരയ്ക്കുക. അതിനുശേഷം ഈ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്യാം. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ സൈഡ് അടിക്കാം. സൈഡ് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് പിടിച്ചാൽ മതി.
ഇവിടെ സെൻട്രലി 2 ജോയിന്റും ഒപ്പം വയ്ക്കുക. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇത് അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഈ ബോട്ടം ഒന്ന് അടിച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതി മതി, ഏകദേശം 1 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഒരല്പം മടക്കിയിട്ട്, ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതേപോലെ ഈ കാലും തയ്ച്ചെടുക്കാം. ഇനി ഇതിൽ എലാസ്റ്റിക് വയ്ക്കാം. എലാസ്റ്റിക് ഇതാണ് വെക്കണം, 1.25 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 32 ഇഞ്ചാണ്. അപ്പോൾ അതിന് 4 ഇഞ്ച് കുറയ്ക്കാം. 28 ഇഞ്ച് വെച്ചാൽ മതി. ഇനി അധികം ടൈറ്റ് വേണ്ടെന്നുള്ളൊരു 29 ഇഞ്ച് വയ്ക്കാം. 3 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ഇനി വന്നിട്ട് ഇവിടെ ജോയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് എലാസ്റ്റിക്കിനെക്കാട്ടിൽ ഒരു പോയിന്റ് കൂടുതൽ വയ്ക്കുക. എന്നിട്ട് ഈ എഡ്ജ് കൂടെ അടിച്ചെടുക്കുക. എലാസ്റ്റിക്കിൽ തൈല് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് സൈഡിലേക്ക് ഇതേപോലെ വലിച്ചിട്ട് തയ്ച്ചെടുക്കുക. അതിനുശേഷം അതേപോലെ വലിച്ചിട്ട് എലാസ്റ്റിക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു തൈലും കൂടി ഇടണം, ഇല്ലെങ്കിൽ ഇത് എലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞു വരും. ഇത് അടിക്കുമ്പോൾ ഒന്ന് 2 സൈഡിലും കൈ വെച്ചിട്ട് ഇതേപോലെ വലിച്ചടിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ചുളിവില്ലാതെ ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.